ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് NPCLന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചതെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് നിങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഗ്രൂപ്പ് എ കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. പേ ലെവൽ 10 ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയും റിട്ടയർമെന്റ് ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരാം. ആദ്യം തന്നെ ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങൾ കാണാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കറണ്ട് വേക്കൻസിയിൽ 392 വേക്കൻസി. കറണ്ട് വേക്കൻസി പറഞ്ഞാൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ്. ദെൻ ബാക്ക്ലോഗ് വേക്കൻസി എന്ന് പറഞ്ഞാൽ മുൻപത്തെ റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ ഫില്ല് ചെയ്യാത്ത വേക്കൻസികളാണ്. അതായത് ഫില്ലാവാത്ത വേക്കൻസികൾ, അതിൽ ബാലൻസ് വന്ന വേക്കൻസികളാണ്. അങ്ങനെ അതിലൊരു 8 വേക്കൻസിയും അങ്ങനെ ടോട്ടൽ 400 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി ഡിസിപ്ലിൻ വൈസ് കാറ്റഗറി വൈസ് വേക്കൻസി നമുക്ക് നോക്കാം. മെക്കാനിക്കലിൽ 150 വേക്കൻസി, ദെൻ കെമിക്കലിൽ നമുക്ക് 60 വേക്കൻസി, ഇലക്ട്രിക്കലിൽ നമുക്ക് 80 വേക്കൻസി, ഇലക്ട്രോണിക്സിൽ നമുക്ക് 45 വേക്കൻസി, ഇൻസ്ട്രുമെന്റേഷനിൽ നമുക്ക് 20 വേക്കൻസി, ദെൻ സിവിലിൽ നമുക്ക് 45, അങ്ങനെ ടോട്ടൽ 400 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് SC ST OBC അതുപോലെയുള്ള കാൻഡിഡേറ്റ്സിന് വന്നിരിക്കുന്ന റിസർവ്ഡ് വേക്കൻസീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏപ്രിൽ 10 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 30 വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഓക്കെ, അതായത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റും നിങ്ങൾക്ക് ഏപ്രിൽ 10 മുതൽ ഏപ്രിൽ 30 വരെ തന്നെയാണ് ഡേറ്റ്. അതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷാ ഫീസ് ഉള്ളൂ. അതിൽ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ EWS കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സിന് മാത്രമാണ് 500 രൂപയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനും അതുപോലെ തന്നെ ഈ പറയുന്ന മരണപ്പെട്ട ഡിഫൻസ് പേഴ്സണിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം ഇതിലേക്ക്. അതുപോലെ NPCLലെ എംപ്ലോയീസ് അവർക്കൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം, യാതൊരുവിധ ഫീസും വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ അതുപോലെ EWS OBC മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം 500 രൂപ ഫീ അടയ്ക്കണം. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീ വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc ആണ് പറയുന്നത്. ഓക്കെ, BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ്, അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ 60% മാർക്കോട് കൂടിയുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ 5 വർഷം ഡ്യൂറേഷനുള്ള ഇൻ്റഗ്രേറ്റഡ് MTech നിങ്ങൾ പഠിച്ചതാണെങ്കിൽ, അതായത് BTech + MTech എന്നുള്ള ലെവലിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഈ 6 എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട്. ആ 6 എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആയിരിക്കണം. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾക്ക് 6 എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഇവിടെ കാണാം. അപ്പോൾ അഡ്വർടൈസ്ഡ് ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് ഇവിടെ വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിൻ വൈസ് വേക്കൻസി നമ്മൾ പറയില്ല, അതിലുള്ള ഡിസിപ്ലിൻസ് ആണ്, കോർ ഡിസിപ്ലിൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിലും കാണാം മെക്കാനിക്കൽ ഉണ്ട്. മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഈ പറയുന്ന മെക്കാനിക്കലിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലോ കഴിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. കെമിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കെമിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ നിങ്ങൾ BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ BE or BTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റം എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ഇൻസ്ട്രുമെന്റേഷനിലേക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. സിവിലിലേക്ക് നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയാണ് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി ഫൈനൽ ഇയറിൽ നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഫൈനൽ സെമസ്റ്റർ ഇയറിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ. ഇനി നിങ്ങൾ പ്രത്യേക ഒരു കാര്യം പാടിൽ നിങ്ങൾ മറ്റൊരു ക്വാളിഫിക്കേഷൻ പാടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ അതൊക്കെ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോകും. കാരണം ഇത് മറ്റുള്ളവരിലേക്കും പാടെ നമുക്ക് ഈ വീഡിയോ എത്തണം. കാരണം എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, ഒരു കണ്ടീഷനും പാടുണ്ട്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യം എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ചിലപ്പം പറയാം. അത് എന്തുകൊണ്ട് പറയില്ല എന്ന് വെച്ചാൽ
നമ്മൾ ഈ പറയുന്ന ഇതൊരു അവയർനെസ് വീഡിയോ ഒക്കെ ആയിട്ട് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സബ്സ്ക്രൈബർ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അത് ബാക്കിയുള്ള വിദ്യാർത്ഥികളൊക്കെ അത് എത്തില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. കാരണം ഇത് നിങ്ങൾക്കും അതൊരു ഇൻസ്പയർ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുക. അപ്പോൾ ഗേറ്റ് എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഗേറ്റ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ. നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാത്തവരുണ്ട് കേട്ടോ. അറിയുന്നവരാണ് പിന്നെ കുഴപ്പമില്ല, അവർക്ക് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അല്ലാത്തവരാണെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബി ഓർ ബി ടെക് പ്ലസ് അതിൻ്റെ കൂടെ വേണം എന്ത് 2023 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 25 3 വർഷത്തെ കൊടുത്തിട്ടുണ്ട്. ഈ 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വാലിഡ് ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വാലിഡ് ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? 2023 24 25 ഉള്ള ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഏത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ അതാണ് അവിടെ കൊടുത്ത കോർ ഡിസിപ്ലിനാണ്. ഈ ഡിസിപ്ലിനിൽ തന്നെ വേണം കേട്ടോ. അതായത് മെക്കാനിക്കൽ വേണം, കെമിക്കൽ വേണം, ഇലക്ട്രോണിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ വേണമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എക്സാം ഒന്നുമില്ല, ഇതിലേക്ക് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും ഈ ഗേറ്റിൻ്റെ ആ ഒരു സ്കോർ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റു ബെനിഫിറ്റ്. അപ്പോൾ NPCL മാത്രമല്ല, ONGC അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പല കമ്പനികളും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ചില വീഡിയോസൊക്കെ ഞാനത് സ്കിപ്പ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുന്നേക്ക് അത് ഇട്ടിട്ട് അത്ര വ്യൂസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറയാത്തത്. കാരണം എല്ലാവരും എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തില്ല. നമ്മളത് സ്കിപ്പ് ചെയ്യുമ്പോൾ ആ വീഡിയോ എന്ത് ചെയ്യും, അവിടെ ഡെഡായി കിടക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അപ്പോൾ ഇതിൽ ഞാനിത് നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ല, നമുക്ക് ഈ യൂട്യൂബിൻ്റെ ഒരു പോളിസി എങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതൊരു എന്താണ്, മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളതും പാടെ നമ്മുടെ ഒരു കടമയായിട്ട് നമ്മളത് ഉൾക്കൊള്ളുക. ഓക്കെ, അല്ല നിങ്ങൾ നെഗറ്റീവായിട്ട് ഇതിനെ കാണണ്ട. അപ്പോൾ ഇത്തരം വീഡിയോസ് ഗേറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. തുടർന്ന് ഇടണമെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ കണ്ടില്ല എന്ന് വെക്കുകയാണ്. കാരണം ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വരിക, ഗേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് വരുമ്പോൾ തന്നെ മറ്റുള്ളവർ കാണില്ല. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളതിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റു എക്സാമുകളും ഒക്കെ നമുക്ക് കുറച്ചും പാടെ എളുപ്പമാകും. അപ്പോൾ ഗേറ്റൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതാണ് കുറച്ചും പാടെ ബെറ്റർ. ഇങ്ങനെയൊക്കെ കറക്റ്റ് ഇത് പെർമനൻറ്റ് ഇതിൻ്റെ അലവൻസ് കാര്യങ്ങൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ നഷ്ടമായിരിക്കും. ഇതിൻ്റെ അലവൻസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ കണ്ണ് നെട്ടുക. അതായത് നമുക്ക് ആകെ നമ്മൾ അങ്ങോട്ട് ഇതാവും. കാരണം ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ്, സിമ്പിളായിട്ട് നല്ല ഗേറ്റ് നമുക്ക് എന്ത് ചെയ്യണം, നിശ്ചിതമായിട്ടുള്ള സ്കോർ എത്തണം. അത് മാത്രമല്ല, പക്ഷെ അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു സ്ട്രെസ് കുറയും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഇതിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂ ആണ്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ഫൈനൽ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റു ഒട്ടനവധി അലവൻസ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. അതിന് മുൻപ് ഇതിൻ്റെ ഏജ് ലിമിറ്റും പാടെ നോക്കാം കേട്ടോ. അതോടൊപ്പം ഇവിടെ പറയുന്നുണ്ട്, ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഫൈനൽ ഇയറിലോ അല്ലെങ്കിൽ സെമസ്റ്ററിലോ നിങ്ങൾ എന്താണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഫൈനലിൽ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ പോലെ വാലിഡ് ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഏജ് ലിമിറ്റ് 30/4/2025 കണക്കാക്കി. ജനറൽ അല്ലെങ്കിൽ EWS ആണെങ്കിൽ 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 29, അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ഒക്കെ ആണെങ്കിൽ 36 മുതൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എക്സ് സർവീസ്മാനൊക്കെ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഏജ് ലിമിറ്റ് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യാന്നുള്ള കാര്യമാണ്. പിന്നെ സ്റ്റൈപ്പൻഡ് ആണ്. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സിക്യൂട്ടീവ് ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ 1 വർഷത്തെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് കണ്ട ഇവിടെ നിങ്ങൾക്ക് 74,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് ട്രെയിനിങ് പീരീഡ് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് 1 ഇയർ നിങ്ങൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ 1 ഇയർ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാനിത് വളരെ അട്രാക്റ്റീവ് ആയുള്ള പോസ്റ്റാണെന്ന് പറയാൻ കാരണം. അപ്പോൾ 1 ഇയർ ട്രെയിനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ നമ്മളിലുള്ള ആളുകൾ എന്ത് ചെയ്യും, പഠനത്തിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് അല്ലേ, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഇൻവോൾവ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് സമയത്ത് 70,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് കിട്ടും. ഓക്കെ, വേറെ എന്തോ നമുക്ക് വേണോ? പിന്നെ ഒരു 1 ടൈം ബുക്ക് അലവൻസ് ആണിട്ട് 30,000 കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് എന്താണ് ഒരു വർഷത്തേക്കാട്ടോ ബുക്ക് അലവൻസ്. നമുക്ക് ടോട്ടൽ ഒരു വർഷത്തേക്ക് നമുക്ക് 30,000 പ്ലസ് അഡീഷണൽ ആയിട്ടും കിട്ടും. അതല്ലാതെ നമുക്ക് മന്ത്ലി എന്താണ് ഓരോ മന്ത് നമുക്ക് 74,000 രൂപ നമുക്ക് സ്റ്റൈപ്പൻഡായിട്ടും കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ,
അതൊക്കെ അനിവാര്യമാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലഭിക്കും. പിന്നെ ഇനി അപ്പോയിൻമെൻറ്റ് ചെയ്താൽ നമ്മൾ പോസ്റ്റ് ഇവിടെ കാണാൻ നിൽക്കുക. ഏതാ പോസ്റ്റ് നോക്കൂ നിങ്ങൾ, സയൻറ്റിഫിക് ഓഫീസറാണ്. ഓക്കെ, ചില്ലറ പോസ്റ്റ് എന്നല്ല, സയൻറ്റിഫിക് ഓഫീസർ ഗ്രൂപ്പ് എ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പ് എ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്ന് പറയുന്നത് പോസ്റ്റിലാണ് നമ്മൾ കയറുന്നത്. ആ ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ 1 ഇയർ ഡ്യൂറേഷനുള്ള ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ് നമ്മൾ വിളിക്കുന്നത്. പേ ലെവൽ 10 ആണ്. 56,100 ബേസിക് പേ വരുന്നത് ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷത്തിൻ്റെ മോൾ നിങ്ങൾക്ക് കാണാൻ DA അലവൻസ് കാര്യങ്ങൾ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളുണ്ട്. 1 ലക്ഷത്തിന് മോൾ നമുക്ക് സാലറി വാങ്ങാവുന്ന ഒരു പോസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അലവൻസ് കാണാം. എന്തൊക്കെ അലവൻസ്, TA ഉണ്ട്, HRA ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് ലൊക്കേഷൻ അലവൻസ് ഉണ്ട്, പ്രൊഫഷണൽ അപ്ഡേറ്റ് അലവൻസ് ആനുവൽ ആയിട്ടുള്ള അങ്ങനെ അലവൻസുകളുണ്ട്. അത് നമ്മൾ പ്രൊഫഷൻ ബൈസ് ആയിട്ട് നമ്മൾ പിന്നെയും കൂടുതൽ പഠിച്ച് വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷനൊക്കെ എടുക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു മൂല്യം മാറണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അലവൻസ് വേറെയും കിട്ടും. അതുപോലെ തന്നെ എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മിസ്ലേനിയസ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ലീവ്, ട്രാവൽ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റി, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാനും, അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ കേബിൾ TV ചാർജ് ഒക്കെ നമുക്ക് കിട്ടും. മൊബൈൽ ഫോൺ ചാർജ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ന്യൂസ് പേപ്പർ, ഇതിനൊക്കെ നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ ക്യാൻറ്റീൻ സബ്സിഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലവ് വളരെ കുറേ നല്ല സാലറിയും കിട്ടുന്ന പോസ്റ്റാണ്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ഇൻസെൻറ്റീവ്സ് ഉണ്ട്, അതുപോലെ ലോൺ ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് വീട് വെക്കാനോ ഇനി മറ്റെന്തെങ്കിലും ജനറൽ പർപ്പസിനൊക്കെ നിങ്ങൾക്ക് ലോൺ കിട്ടും. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നിങ്ങൾ നോക്കൂ. PF ഉണ്ട്, ഗ്രാറ്റുറ്റി, അതുപോലെ തന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് മെഡിക്കൽ കെയർ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ. പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ, നിങ്ങളുടെ പെർഫോമൻസിനും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അനുസരിച്ച് ഉന്നത പൊസിഷനിലേക്ക് വീണ്ടും നിങ്ങൾക്ക് മാറാനൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് പറ്റും. സെലക്ഷൻ പ്രോസസ്സാണ് ഇനി നമ്മൾ നോക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് 2023, 24, 25 ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ആ ഗേറ്റ് സ്കോറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഗേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പോൾ അതിൽ ഏറ്റവും സ്കോറുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഇമെയിൽ വഴിയൊക്കെ SMS വഴി മുഖേനയൊക്കെ നമ്മൾ അറിയിക്കും. അങ്ങനെ അറിയിച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയാൽ മതി. നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നോ, പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നോ, മെഡിക്കലി ഒക്കെ നമ്മൾ ഫിറ്റ് ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ മറ്റ് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. ഇൻ്റർവ്യൂ ഷെഡ്യൂളൊക്കെ ഏകദേശം നമുക്ക് ജൂൺ 2025 ഉടനെ തന്നെ നമുക്കൊരു ജോലി പ്രതീക്ഷിക്കാം. ജൂൺ 2025 9th to 21st വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഏകദേശം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ലെവലിലേക്ക് അത് കാണണം. അപ്പോൾ നമുക്ക് തമിഴ്നാട്, അതുപോലെ UP, അതുപോലെ കർണാടക, മുംബൈ ഒക്കെ ആയിരിക്കും, അല്ല മഹാരാഷ്ട്ര ഒക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു സ്റ്റേറ്റ് ആയിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും. കേരളത്തിലൊന്നും നമുക്ക് പ്ലേസ് ഇല്ല. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മളിപ്പം തമിഴ്നാടാണെങ്കിൽ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ MAPSലായിരിക്കാം. ഓക്കെ, കർണാടക ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം കൈഗ, ഓക്കെ, ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് KGSലായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. അതിന് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഗേറ്റിൻ്റെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഗേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കണം. പിന്നെ ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യണം. 50 KB കൂടാൻ പാടില്ല. അതുപോലെ 480x640 പിക്സൽ ഫയൽ സൈസ് ആയിരിക്കണം. സിഗ്നേച്ചർ 160x560 ആയിരിക്കണം. അതും നമുക്ക് 20 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ തരാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നോട്ടിഫിക്കേഷൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഒന്നും പറയാനേ വിട്ടില്ല. യെസ്, ഇതാണ് നമുക്ക് അഡ്വർടൈസ് നമ്പർ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് April 10 മുതൽ April 30 വരെയാണ്. ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ജിയോജിയോളജി എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മുടെ ഹോം പേജിൽ കയറുക, വേറെ ഒന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ സെർച്ച് ചെയ്യാനുള്ള ബാർ ഉണ്ട്. സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് NPCL എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി അതല്ല, നിങ്ങൾ ആ ലേറ്റസ്റ്റ് ജോബ്സിലൂടെ കാണാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. NPCL എക്സിക്യൂട്ടീവ് ട്രെയിനിങ് 400 എഞ്ചിനീയറിംഗ് പോസ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസത്തിന് ശേഷമാണ് കാണുന്നതെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കണം. ഇവിടെ NPCL എക്സിക്യൂട്ടീവ് ട്രെയിനിങ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ, ടെലിഗ്രാം ചാനൽ, ഇതിൽ ലിങ്ക് ഉണ്ട്. അതിലൊക്കെ ഡയറക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ന്യൂ ടാബ് ഞാൻ ഓപ്പൺ ആയി കാണിക്കാം.
ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിതാ NPCLൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്കാണ് വരിക. ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാ അവിടെ നമുക്ക് അഡ്വർടൈസ് നമ്പർ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഏത് പോസ്റ്റിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിലവിൽ ലൈവായിട്ടുള്ള എക്സിക്യൂട്ടീവ് ട്രെയിനിയാണ്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കാറ്റഗറി ജനറൽ ആണോ OBC SC ആണോ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിസിപ്ലിൻ പാട് ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. അത് പേജ് ഇങ്ങനെ ലോഡ് ആവും. നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രിക്കലാണോ മെക്കാനിക്കലാണോ കെമിക്കലാണോ വിചാരിച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ പേജ് ലോഡ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളൊന്നും വറീഡാകണ്ട. പിന്നെ PWD ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അത് ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ പേജ് ലോഡാന്ന് വരുന്ന സമയത്ത് പിന്നെ ഗേറ്റ് ഇയർ ആണ്. ഏത് ഇയറിലാണ് നമ്മൾ ഗേറ്റ് സ്കോർ നമുക്ക് വെച്ചാൽ 2024 24. ഗേറ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, അത് ഇവിടെ അടിച്ചു കൊടുക്കാം. പിന്നെ ഗേറ്റിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID ഉണ്ടാവും, അത് കൊടുക്കാം. പിന്നെ ഗേറ്റിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറാണ്, ഗേറ്റിൽ നമ്മൾ വേണ്ടി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടാവും, അതിവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ഫില്ല് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഓക്കെ, ഇത്തരം ഗേറ്റൊക്കെ അടിസ്ഥാനമുള്ള റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ പറയാം. കുറേ ഞാൻ കണ്ടില്ല വെച്ചിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഇട്ടിട്ട് അത്ര ഒരു ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.